ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ഒരു പോസ്റ്റർ. അതിനെ കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ. ഓക്കെ ബൈ. സാഡ് ക്വസ്റ്റ്യൻ മോയ ഇട്ട് കൊടുക്കണം. ക്വസ്റ്റ്യന് ക്ലാരിറ്റി പോരാ. നിങ്ങൾ മറ്റേതാണോ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി? അത് ഉണ്ണിമുകുന്ദന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരാളെ തെറി വിളിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് അരി കിട്ടുമെങ്കിൽ വീണ്ടും തെറി വിളിക്കാൻ തയ്യാറാണ് എന്ന് ആണ് ഉദ്ദേശിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചതാണോ അതോ തെറി വിളിച്ചുകൊണ്ട് അരി കിട്ടിയത് കൊണ്ട് മൂപ്പർക്ക് സന്തോഷം എന്നാണോ പറഞ്ഞത്? അത് ഞാനല്ല പറയുന്നത്, സായി പറഞ്ഞു. ഇല്ല, അങ്ങനെ എന്താ പറഞ്ഞ എക്സാക്ട്ലി കണ്ടിട്ടില്ലല്ലേ? അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. അപ്പൊ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന് വീട്ടുകാർക്ക് ഒരു ഉപകാരമാണ് അരി വാങ്ങുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള. അതായത് ഇന്ന് കോള് വന്നുകൊണ്ട് അതായത് എനിക്ക് ഇനിയും ഈ പറഞ്ഞ പോലെ അയാൾ ഇന്ന തെറി വിളിക്കാന്ന് പറഞ്ഞതല്ല, ഇനിയും ഈ പറഞ്ഞ പോലെ എനിക്ക് അയാളെ വെച്ചിട്ട് അരി ഉണ്ടാക്കാനാണെങ്കിൽ അരി ഉണ്ടാക്കിക്കോട്ടെ, അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അതായിരിക്കും ഒരു സന്തോഷം. അത്രേ ഉള്ളൂ. ഞാനപ്പോൾ അയാളെ സിനിമ കയറി കാണുമ്പോൾ 150-200 ഞാൻ കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് കിട്ടുന്ന അരി സിനിമാക്കാർക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഒരു ഗിവ് ആൻഡ് ടേക്ക്. ഈ എല്ലാത്തിലും വരുന്നത് ഈ മാർക്കോയ്ക്കെതിരെ നെഗറ്റീവ് പറഞ്ഞ് സായി എയറിലാണ് എന്നൊക്കെയാണ് വരുന്നത്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? മാർക്കോയ്ക്കെതിരെ നെഗറ്റീവ് ആണോ പറഞ്ഞത് സായി? സിനിമയിലുള്ള എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നാണ് ആ റിവ്യൂവിനകത്തൊരു എനിക്ക് തോന്നുന്നൊരു 80% പറഞ്ഞു. അല്ലാതെ ഞാൻ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാൻ നോക്കുമ്പോൾ ഞാനാണ് അത് ആദ്യം പറഞ്ഞത്, ബെഞ്ച് മാർക്ക് ആയിരിക്കുന്നു. ലാസ്റ്റ് വന്നു നോക്കുമ്പോൾ ഞാൻ ഇവനാണ് പറഞ്ഞത്. റിവ്യൂ കണ്ട ആരും ഇല്ല ഈ വീട്ടിൽ. എന്തായിരുന്നു അഭിപ്രായം എന്റെ റിവ്യൂ? എന്റെ അഭിപ്രായത്തിൽ അതൊരു എന്താ പറയാ, ഒരു സർക്കാസം എന്ന് പറയാം. ആ ബണ്ണൊക്കെ കടിച്ചോണ്ടേ. ഓക്കെ, സർക്കാസം തെറ്റാണോ? തെറ്റല്ല, അത് എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷെ സായി ചേട്ടാ അരി വറക്കുന്നു അല്ലല്ല, സായി ചെയ്തപ്പോ അത് മീനിങ് വേറെ ആയിപ്പോയി. അതാണ് പ്രശ്നം. സായി ചെയ്തത് കൊണ്ട് മീനിങ് ആണ്. അത് ഉണ്ണിമുകുന്ദന് മുമ്പ് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ? അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ആകുമ്പോൾ പടം ഷൂട്ട് ചെയ്ത് പോകും. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് തമിഴ് ചാനലിൽ വന്നിരുന്നിട്ട് ഏതോ അങ്ങേര്, എനിക്ക് തോന്നുന്നു നമ്മളവിടുത്തെ ഡയറക്ടറെ കണ്ടാ തോന്നുന്നുണ്ട്, മറ്റേ കുഴിയിൽ വീണ പടം എടുത്ത അങ്ങേരാണെന്ന് തോന്നുന്നു. ഞാൻ പടമൊന്നും പറയുന്നില്ല. മൂപ്പര് വന്നിട്ട് പറഞ്ഞ് ഒരു സ്റ്റാർ വിളിച്ച് വേറൊരാളോട് സംസാരിച്ചു, അപ്പൊ അയാൾക്ക് കുറെ അരി കിട്ടി, അയാൾ അരി വാങ്ങാനാന്ന് പറഞ്ഞു. ആണ് ഇവര് പടം എടുക്കുന്നത് ചാരിറ്റി ചെയ്യാനൊന്നുമല്ലല്ലോ, നാട്ടുകാർക്ക് ചാരിറ്റി ചെയ്യാൻ ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ പടം എടുക്കുന്നത്. തിയേറ്ററിലേക്ക് വാന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റി ടിക്കറ്റ് വെച്ചിട്ടാണ് ഈ സാധനം വിൽക്കണേ. അപ്പൊ കണ്ട പ്രേക്ഷകന് അഭിപ്രായം പറയാം, അതിൽ തെറ്റൊന്നുമില്ല. അതാണ് ഞാൻ എന്റെ കാര്യം പറയുന്നു, എന്റെ ഒപ്പീനിയൻ പറയുന്നു, ഞാൻ പോകുന്നു. അതിലിപ്പോ തെറ്റായിട്ട് അതിന്റെ ഒപ്പീനിയൻ കേട്ടിട്ട് കുറച്ച് ആൾക്കാർ കാണാതിരിക്കുമ്പോ അവർക്ക് നഷ്ടമല്ലേ വരിക? അങ്ങനെ എങ്ങനെ കാണാതിരിക്കും? ഞാൻ എന്റെ ഒപ്പീനിയൻ കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്റെ വീഡിയോന്റെ ലാസ്റ്റ് എന്താ പറയില്ല, എല്ലാ റിവ്യൂവിന്റെ അവസാനം നിങ്ങൾ പടം കാണണം. അപ്പൊ എന്റെ ഫാൻസ് കാണില്ല വേണ്ടേ, ടിക്കറ്റ് ഇറക്കി തിയേറ്ററിൽ കയറാ വേണ്ടേ. ഇനി ഇത് മാത്രമല്ല, ഞാൻ ഇപ്പൊ മറ്റേ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പടം വരുന്നതിന് മുമ്പ് ചൊവ്വാഴ്ച എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന പണി. നിങ്ങളാരും കണ്ടില്ല? നല്ല ചെയ്താരും നിങ്ങൾക്ക് അല്ലെങ്കിലും ഫ്രീ അല്ലേ, എല്ലാ പടത്തിന്റെ പ്രൊമോഷൻ ഒക്കെ തന്നെയല്ലേ കിട്ടുന്നത്. അല്ല അത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്രീ ടിക്കറ്റ് ചുമ്മാ എല്ലാരും പടം കാണട്ടെ, സിനിമ നന്നാവട്ടെ, സിനിമ വളരണം, മലയാള സിനിമ വളരണം. അതും വലിയ പ്രൊമോഷന്റെ ഭാഗമാണ്. എന്ത് പ്രൊമോഷൻ? എന്റെ കയ്യിലുള്ള കാശ് അങ്ങോട്ട് കൊടുത്തിരിക്കും. എന്ത് പ്രൊമോഷൻ? എനിക്കറിയില്ലല്ലോ. എന്ത് ചേട്ടാ? അല്ല, ഇതിപ്പോ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാർക്കോയുടെ ഒരു വിജയം നോർത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഓടും. കാരണം മാർക്കോന് നോർത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു തമിഴ് ബെൽറ്റിൽ മാത്രം ചിലപ്പോൾ ഒരു തിരിച്ചടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം അജിത്തിന്റെ സിനിമ ഇപ്പോൾ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം എല്ലാ മാർക്കറ്റിലും ഓടാനുള്ള ഒരു എസെൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇതിന്റെ ഡബ്, ഹിന്ദി ഡബ് ചെയ്യാൻ കേട്ട സമയത്ത് ഹിന്ദി ഡബിന് മലയാളത്തിനേക്കാൾ പവർ കൂടുതലുണ്ട്. വേറൊരു തരം സ്വാഗ് ഉണ്ട് അതിനകത്ത്. അതിപ്പോ ഈ പുഷ്പ ലാംഗ്വേജ് മാറ്റി ഹിന്ദി ആ ബെൽറ്റിൽ കയറിയ പോലെ ഈ സാധനം കയറാനുള്ള എല്ലാ ചാൻസും. എല്ലാം കയറാൻ ചാൻസാ, കയറി ഇതിലൊന്നും ഹിന്ദിയിലും ഡബ് ചെയ്തിരിക്കുന്നത്. ഉണ്ണി തന്നെയാണ്. ഞാൻ ഇന്റർവ്യൂ കണ്ടു, അടിപൊളിയല്ലേ. ഇന്നെ വിളിച്ചതല്ലേ ഹിന്ദി പറഞ്ഞത്, എനിക്കറിയില്ല. അതൊക്കെ നന്നായിട്ട് ഹിന്ദി പറയാറ്. ഞാനാണല്ലോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത്, എനിക്കറിയാം. അങ്ങനെ നന്നായി ഹിന്ദി പറയാറ്. അല്ല, ഉണ്ണിയുടെ വോയിസ് ഹിന്ദിയിൽ കുറെ പേര് പറയുന്നുണ്ട്, മറ്റേ രോഹിത് ശർമ്മയുടെ. മലയാളത്തിൽ ഈ വ്യക്തി സംസാരിക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ് എനിക്ക് തോന്നുന്നു ഉണ്ണിമുകുന്ദന്റെ വോയിസ്. ഹിന്ദി വരുമ്പോഴത്തേക്കും ഉണ്ണിമുകുന്ദന്റെ വോയിസിന് ആ വയലന്റ് ക്യാരക്ടറിനുള്ള ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. പലരും ഉണ്ണിമുകുന്ദനെ എത്ര പേര് തുറന്നു പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഈ മലയാളത്തിലെ മാസ് ഡയലോഗ്സ് ഡെലിവറിയിൽ കുറച്ചൊരു ലോ ഗ്രാഫിൽ പോകുന്നുണ്ട്. പക്ഷെ ഹിന്ദിയിൽ ആ സാധനം ഭയങ്കര വർക്കാവുന്നുണ്ട്. ആ സാധനം
ഗുജറാത്തിലായതുകൊണ്ട് കുറച്ച് നല്ല സ്പോയിന്റായിട്ടൊക്കെ പറഞ്ഞു. കുറച്ചുകൂടി ഇമ്പാക്ട് കിട്ടുന്നുണ്ട് ആ സാധനത്തിന്. സായി പിന്നെ ഫിലിം കണ്ടോ അല്ലെ? ഫിലിമിൽ ഒരു യൂട്യൂബറെ പഞ്ഞിക്കിടുന്നുണ്ടല്ലോ, അത് താടിയുള്ള ഒരു യൂട്യൂബറാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം വല്ല റിസംബ്ലൻസ് തോന്നിയോ? എടേ അത് ഇങ്ങക്കൊക്കെ ഇട്ടുള്ള ഊക്കാണ്. നമുക്ക് എല്ലാരും കൂട്ടുള്ള ഊക്കാ. ഇതെല്ലാരും കൂടി എനിക്ക് വെച്ച് തന്നോണ്ടാണ്. സംഗതി OTT ഇറങ്ങിയ ഞാൻ ഷുവറായിട്ട് പറയാതാ ഈ നിൽക്കുന്നവർക്കുള്ള ഊക്കായിരിക്കും അത്. ഉറപ്പാ, കൺഫേം. നിങ്ങളൊക്കെ തന്നെയാണ് ആ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ കണ്ടിട്ടാ ചാഞ്ഞി കിടക്കണവരെ സീക്രട്ട് ഏജന്റാണ് ഓടിക്കേറിക്കും. ആ യൂട്യൂബർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് കൈകാര്യം ചെയ്യുന്നത്. ആ യൂട്യൂബർ പടത്തിൽ അങ്ങനെയാണെങ്കിൽ ഹാഷ്മി ആയിരിക്കും. അങ്ങനെയാണല്ലോ താടി വെച്ച ഇൻവെസ്റ്റിഗേഷൻ. അല്ല, ഇപ്പൊ ഈ പടം കഴിയുന്ന ഉണ്ണിമുകുന്ദൻ പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് മാറുകയാണ്. മാറും. ഇനി എന്താ പറയുക, ഇനി ആ എക്സ്പെക്ടേഷന്റെ ബാഗേജ് കൂടുമായിരിക്കും ഡെഫിനറ്റ്ലി. അടുത്ത പടങ്ങളൊക്കെ വേറെ ലെവലിൽ ആ മാർക്കോന്റെ മുകളിൽ മലയാള സിനിമ തന്നെ കേട്ടാ. ഇത് ഈ L2 ഇറങ്ങാൻ നിൽക്കുന്നില്ലേ പൃഥ്വിരാജിന്റെയും ലാലേട്ടന്റെയും, അതിന് വരെ ചിലപ്പോൾ അവരൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില സാധനങ്ങള് ഇതിലെ വയലൻസ് വെച്ച് കമ്പയർ ചെയ്യും. കാരണം ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഇതിന്റെ മുകളിൽ ഇനി എന്ത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം ടു ബി ഹോണസ്റ്റ് പറയാം, ഞാൻ ഭയങ്കര വയലന്റ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ആളുകൾക്ക് ഇത്രത്തോളം വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകൾ ഉണ്ട് നമ്മളെ നാട്ടില്. നോർത്ത് ബെൽറ്റിലൊക്കെ കൂടുതലാണ്, കേരളത്തിൽ ഇത്രത്തോളം ഇത് ആഘോഷിക്കപ്പെടുന്നുള്ളത്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ആ ഒരു സാധനം ഇനി എന്താ പറയുക, ഇനി എല്ലാം വരും. ഇതൊരു നല്ല മെസ്സേജ് ആണോ ഇങ്ങനെ വയലൻസ് സിനിമകൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു? പിന്നെ മഹാഭാരതവും രാമായണൊക്കെ വയലൻസ് ഇല്ലാതെയാണല്ലോ പോണ, അമ്മപ്പാസോ അച്ചപ്പാസോ. രാമായണം മഹാഭാരതം എടുത്താൽ വയലൻസ് കാണിക്കണ്ടേ? ഏത് കാലത്താണെങ്കിലും ആളെ കൊല്ലുന്നതല്ലേ. അമ്പെയ്ത് കൊന്നെന്താ, വെടിവെച്ച് കൊന്നെന്താ, എല്ലാം ഉണ്ട്. ഇപ്പോഴാണ് പ്രശ്നം. പണ്ടത്തെ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ദേവദാസി, ഇപ്പൊ പറയുമ്പോ എന്താ പറയാ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഇപ്പൊ അയ്യേ അന്ന് ആഹാ. ആ വ്യത്യാസമേ ഉള്ളൂ, വേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇവിടെ സെൻസർ ബോർഡ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ, അതിന്റെ ഫുൾ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക. അയാൾ ബിസിനസ് ചെയ്യാനൊരു പ്രൊഡക്റ്റ് ഇറക്കി, ആ സാധനം ഇറക്കി, അവരത് മൊത്തം യൂസ് ചെയ്തു, അവർ സക്സസ്ഫുൾ ആയി. പിന്നെ ഓരോ പ്രേക്ഷകനനുസരിച്ചിരിക്കും കാണണോ കാണേണ്ടത്. അത്യുതം മാർക്ക് 500 കോടി ക്ലബ് കയറും. ഈ കോടിക്കണക്കിന് എനിക്ക് അധികം വിശ്വാസമില്ല. കാരണം ഇപ്പൊ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞത് എന്താ, നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ലൈക്ക് അത്രയും പ്രൊഡക്ട്സ് ഇവിടെ ഇറങ്ങി. എനിക്ക് 6-7 സിനിമകൾ 100 കോടി കയറിയിട്ടുണ്ട് 2024. 100 കോടി എന്ന് പറഞ്ഞാൽ അതുക്കും മേലെന്നാ പറഞ്ഞു. കേറാം. പക്ഷെ ഞാൻ പറയുന്നത് ഈ കണക്കുകളിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. നമുക്കിവിടെ എവിടെയും ട്രാക്കേഴ്സ് ഇല്ലല്ലോ. തമിഴിലൊക്കെ ട്രാക്കേഴ്സ് ഉണ്ട് തോന്നുന്നു എനിക്ക്. ഇവിടെ ട്രാക്കേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളുടെ ഒരു എക്സാജുറേഷൻ നമുക്ക് മനസ്സിലാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി കളക്ട് ചെയ്യും. കാരണം വേറെ പടങ്ങളില്ലല്ലോ. ബാറോസ് ആണ് വന്ന് മുട്ടി നിൽക്കാൻ പറ്റില്ല, റൈഫിൾ ക്ലബിനും പറ്റില്ല. ഇനി വരാനുള്ള സിനിമ ഏതാണുള്ള മലയാളത്തിൽ നിന്ന്? ഐഡന്റിറ്റി മാത്രം. ഐഡന്റിറ്റി വേറൊരു ജോണറാണ്, നിൽക്കൂല. സായി, ഇന്നലെ ഒരു മൃദംഗാവിഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പം അതിലൊരു ആക്സിഡന്റ് ഉണ്ടായത് അറിഞ്ഞിരുന്നല്ലോ. അപ്പം അത് ഒരുപാട് ആളുകളിൽ നിന്ന് ഇതുപോലെ ബുക്ക് മൈ ഷോയിൽ കൂടെയും അല്ലാതെ ഒരുപാട് പൈസ പിരിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തി കോടിക്കണക്കിന് പൈസ സംഘാടകർ ഉണ്ടാക്കി. പക്ഷെ ഒരു സേഫ്റ്റിയും ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും അവിടെ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതിനെപ്പറ്റി സായി ഒന്നും പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ. അത് ഓൾറെഡി നമുക്ക് ആ കണക്കുകൾ നോക്കി അറിയാം. 12,000 പേര് ഒരാളുടെ ഇതിന് 1500-1000 വെച്ചാൽ തന്നെ ഈ കോടിക്കണക്കിന് രൂപയായി. ഒന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജോസ്കോ ജ്വല്ലേഴ്സും കല്യാണമൊക്കെയാണ് തോന്നുന്നു എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചാനലിനകത്ത് പണി കിട്ടുമായിരിക്കും. ഇങ്ങനത്തെ ജയൻസ് ആണ് ഈ സാധനത്തിന്റെ ബാക്കിൽ ഈ പ്രൊമോഷൻ പേർപ്പസിന് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ആളുകൾ ആദ്യമായിട്ടായിരിക്കും കാശ് കൊടുത്ത് ഈ പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ ആളുകൾ എന്തിനും കാശ് കൊടുത്ത് പോകണം എന്നുള്ളൊരു തോട്ട് ഇതിൽ ഓൾറെഡി കേസ് ആയതുമാണ്. ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ. പലരുടെ നിന്നും പല പേയ്മെന്റ് വാങ്ങി UPI മാറ്റി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസും ആയതാണ്. ശരിക്ക് ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLAന്റെ ചോരയിൽ ഇവർ കാശുണ്ടാക്കി പോയി എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. അമ്മാതിരി വൃത്തിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഒരു മറ്റേ ഇത് വെച്ചിട്ട് ക്യൂ മാനേജർ വെച്ചിട്ട് ചെയ്യേണ്ട പരിപാടിയാണോ ഇത്? അല്ല, വളരെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയും അലസമായി ചെയ്തിട്ട് അതിലിനി അവർ ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ല. ഇത് മെയിനായിട്ട് ഇത് ലീഡ് ചെയ്ത് ജിബയോണിയാണ്. അപ്പം അവർ അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിയത്. അബൌട്ട് ഈ പൈസയുടെ കാര്യത്തിലൊക്കെ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ദിവ്യോണിന്റെ വീട്ടിലല്ലോ താമസം. അല്ല, ഓക്കെ. അല്ല, അപ്പം അവർക്കും അത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണോ സായിയുടെ അഭിപ്രായത്തിൽ? എന്ത് തോന്നുന്നു?
ഒപ്പമില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ ആ കാര്യത്തിലൊന്നും പറയാൻ പറ്റൂല. ഉണ്ടെന്നോ ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി കുറേ ദിവസം മുന്നേ വന്നു. എനിക്ക് നിങ്ങളെ സംശയം, നിങ്ങൾക്കൊക്കെ അത് അറിയായിരിക്കും. നിങ്ങൾ ദിവ്യമുണ്ണി എയർപോർട്ട് വന്ന പോലും ഇന്നാലെ. ഈ അപകടം ഉണ്ടായ ശേഷം പരിപാടി നടത്തിയതിനെ കുറിച്ച് കൂടുതൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. അത് വളരെ മോശം പരിപാടി. വെക്കേണ്ടായിരുന്നു. പിന്നല്ലേ, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? ഈ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഹൈപ്പ് പോലും വരില്ല. ഇത് MLA ആയതുകൊണ്ട് 10 ആള് ഡിസ്കസ് ചെയ്യുന്നു. അത് സാധാരണക്കാരനാണ് വീണെന്നുണ്ടെങ്കിൽ ഒരു കോളം പേജിൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് 20 സെക്കൻഡ് ന്യൂസിൽ പോകേണ്ട പരിപാടിയാണ്. MLA ആയതുകൊണ്ട് ഇത് കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്തു. അല്ല, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രോഗ്രാം നിർത്തി വെക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആണ്, ഡെഫിനറ്റ്ലി ചെറ്റത്തരാണ് കാണിച്ചത്. ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അത് ശരിക്കും ചെയ്യാൻ പാടില്ലല്ലോ. കാരണം അല്ലു അർജുന്റെ തന്നെ കഴിഞ്ഞ ഒരു ഇഷ്യൂ കണ്ടിരുന്നല്ലോ. അല്ലു അർജുനെതിരെ കേസൊക്കെ ഉണ്ടായി. മെയിൻ ആയിട്ടും ആ സംഭവം അറിഞ്ഞിട്ടും പുള്ളി അതിനെ അല്ല, മോശം പരിപാടി. ഞാൻ പറഞ്ഞല്ലോ, ചെറ്റ പരിപാടിയാണ് കാണിച്ചത്. അത് ചെയ്യാൻ പാടില്ല ആ പരിപാടി. കാരണം ഒന്ന് ജനപ്രതിനിധിയാണ് അവരെ ജനങ്ങളെ എലക്ട് ചെയ്തിട്ട് അത്രയും എന്താ പറയാ ആളുകൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നമ്മളെ സർവേ ചെയ്യാനുള്ള ഒരു പൊളിറ്റീഷ്യൻ വീണ് കഴിഞ്ഞാൽ ഒരു മിനിമം മാന്യത ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു ഇല്ല എന്നുള്ളതിനെ ഫോളോ അപ്പ് ചെയ്യുക. അതിന്റെ സംഘാടകർ ആരും ഫോളോ അപ്പ് ചെയ്തതായിട്ട് അവർ പറയുന്നില്ല. ന്യൂസ് ബൈറ്റിലൊക്കെ പറയുന്നത് അവർക്ക് അറിയില്ല എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഈ പ്രോഗ്രാം ഗിന്നസ് അവർ ആഘോഷിക്കുകയായിരുന്നു. അത് ശരിക്കും മോശം പണിയാണ്. അത് ചെയ്യാൻ പാടില്ല.